السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. നമ്മളന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെൽഫ് ഐഡൻറ്റിഫിക്കേഷനാണ്. ഒന്ന് റിക്കഗ്നിഷൻ, ടു ബി റിക്കഗ്നൈസ്ഡ്. രണ്ടാമത്തത് ടു ഐഡൻറ്റിഫൈ, ഐഡൻറ്റിറ്റി. ഇപ്പം നമ്മളൊരാൾ നമ്മളെ പറ്റി ചോദിക്കുമ്പോൾ നീ ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മളെപ്പറ്റി അറിയപ്പെടുന്ന നമ്മുടെ പേര്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇത് സാധാരണ കോമൺ ആയിട്ടുള്ള ചോദ്യമാണ്. നീ ആരാണ്? അത് ഈസിയാണ്. ഞാൻ, എൻ്റെ പേര്, എൻ്റെ സ്ഥലം, എൻ്റെ വാപ്പാൻ്റെ പേര്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. നമ്മളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടത് സ്വന്തം ചോദിക്കണം, ഞാൻ ആരാണ്. അതാണ് സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ. ഈ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ നടത്താത്ത കാലത്തോളം നമുക്ക് ജീവിത ലക്ഷ്യം മനസ്സിലാവില്ല. അതുപോലെ ജീവിത വിജയം എന്ത് എന്ന് മനസ്സിലാക്കാനും സാധിക്കില്ല. ഇപ്പോൾ ഞാൻ ആരാണ് സ്വന്തം ചോദിക്കേണ്ടതാണ്. ഞാൻ ആരാണ്? ഈ ഞാൻ ആരാണ് എന്നതിൽ ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ്, ഞാൻ എന്തിനാണ്, ഞാൻ എങ്ങനെയാണ്, ഞാൻ എങ്ങോട്ടാണ്, ഈ 5 ഉപചോദ്യങ്ങളുണ്ട്. ആദ്യമായിട്ട് വരുന്ന സെൽഫ് ഐഡൻറ്റിഫിക്കേഷനിൽ ഞാൻ എന്താണ്, അതാണ് എക്സിസ്റ്റൻസ്. മനുഷ്യൻ്റെ 9 വരുന്ന അവൻ്റെ ഇൻ്റലിജൻസിൽ ആദ്യമായി ഉണ്ടാകുന്ന എക്സിസ്റ്റൻഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്പിരിച്വൽ ഇൻ്റലിജൻസ്, ടു നോ എബൌട്ട് അവർ സെൽഫ്. ഞാൻ എന്താണ്? ഞാൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ഞാൻ സ്വയംഭൂ അല്ല, സ്വന്തമുണ്ടായതല്ല. ഞാൻ സ്വന്തം എന്നെ ഉണ്ടാക്കിയതുമല്ല. ഞാൻ ജനിക്കപ്പെട്ടവൻ, അള്ളാഹു എന്നെ സൃഷ്ടിച്ചതാണ്. ഞാൻ മഖ്ലൂഖാണ്. ഐ വാസ് ക്രിയേറ്റഡ്, ഐ വാസ് ബോൺ. കേവലം ഞാൻ മഖ്ലൂഖ് എന്നതിലുപരി നമ്മൾ അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളിൽ ഏതാണ്ട് നമുക്കറിയാം 85 ലക്ഷത്തോളം വരുന്ന ഡിഫറെൻറ്റ് സ്പെഷീസുകളിൽ മനുഷ്യൻ ഉത്തമനാണ്. വലഖദ് കറംന ബനി ആദം, മനുഷ്യരെ അള്ളാഹു ബഹുമാനിച്ചിരിക്കുന്നു. അപ്പോൾ ആ നിലക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഞാനൊരു മനുഷ്യനാണ്, എൻ്റെ സൃഷ്ടാവ് അള്ളാഹുവാണ്. രണ്ടാമത്തെ മനസ്സിലാക്കേണ്ടത് ഞാൻ എവിടെയാണ്. നമുക്കറിയാം മില്യൺ കണക്കിന് ഗാലക്സീസ് ഉണ്ട്. ആ ഗാലക്സികളിൽ നമ്മുടെ സോളാർ സിസ്റ്റം, നമ്മുടെ ഭൂമിയാകുന്ന പ്ലാനറ്റിൽ, ആ കൊച്ചു ഒരു ഭൂമിയിൽ നമ്മൾ ഖുർആൻ പറഞ്ഞതുപോലെ വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാ ഹീൻ. ആദം നബി അലൈഹിസ്സലാമിനെയും ഹവ്വ അലൈഹിസ്സലാമിനെയും സന്തതികളെയും ഭൂമിയിലേക്ക് ഇറക്കി വിട്ടപ്പോൾ അള്ളാഹ് പറഞ്ഞു വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ. മുസ്തഖർ, താമസിക്കാനുള്ള സ്ഥലമുണ്ട്, ഭൂമിയിൽ താമസിക്കാനുള്ള സ്ഥലമുണ്ട്. അതിനു വേണ്ടിയാണ് ഭൂമിയെ ഈ നിലക്ക് അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. മതാഉൻ ഇലാ ഹീൻ, ഒരു പരിധി വരെ ജീവിക്കാനുള്ള മതാ, അനുവാദം. അപ്പോൾ താൽക്കാലികമായി ഒരു പരിധി വരെ ജീവിക്കുന്നത് എവിടെയാണ്? ഭൂമിയിലാണ്. അപ്പോൾ ചോദ്യം, ഞാൻ എവിടെയാണ്? ഞാൻ ഭൂമിയിലാണ്, അള്ളാഹുവിൻ്റെ ഭൂമിയിലാണ്. അടുത്ത ചോദ്യം, ഞാൻ എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സൃഷ്ടികളിൽ നിന്നിട്ടും ഈ വൈവിധ്യത നൽകിക്കൊണ്ട് എന്നെ ഇത്ര ഉത്കൃഷ്ടമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനാണ്? ഇതൊക്കെ ചോദ്യങ്ങൾ നമ്മുടെ മസ്തിഷ്കത്തിലുണ്ടാവണം. ഈ ചോദ്യങ്ങൾ നമ്മൾ മനസ്സിലുണ്ടാക്കിയെടുക്കണം. ഈ ചോദ്യങ്ങൾ വരണം. ഇല്ലെങ്കിൽ എന്ത് മനുഷ്യനാണ് നമ്മൾ ജന്തുക്കളും എന്താ വ്യത്യാസം?
എന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്ര ഉത്കൃഷ്ടമായി സൃഷ്ടിച്ചു. അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക്. അള്ളാഹു സൃഷ്ടിക്കുകയും ഫസവ്വാക്ക് അതിന് അനുയോജ്യമായിട്ടുള്ള എല്ലാ ഘടനകളെയും അള്ളാഹു രൂപവൽക്കരിക്കുകയും ഫഅദലക് നല്ല ഒരു സംവിധാനത്തിലൂടെ നമ്മൾ അള്ളാഹു സൃഷ്ടിക്കുകയും ചെയ്ത് എന്തിനു വേണ്ടിയാണ്? അതിന് മറുപടി അള്ളാഹു തന്നെ പറയണം. അള്ളാഹു പറയും, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. അള്ളാഹുവിൻ്റെ പ്രാതിനിധ്യം, അതാണ് മനുഷ്യൻ്റെ ഡ്യൂട്ടി. അതുപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു മനുഷ്യരെയും ജിന്നിനെയും സൃഷ്ടിച്ചത് അള്ളാഹുവിനെ വഴിപ്പെടാൻ വേണ്ടിയല്ലാതെ അല്ല. എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ ആരാധിക്കാനും അള്ളാഹുവിനെ വഴിപ്പെടുവാനും അള്ളാഹുവിനെ അറിയുവാനും അള്ളാഹു പഠിപ്പിച്ചു തന്ന ആ സന്മാർഗത്തിലൂടെ ജീവിച്ച് ഇവിടുന്ന് മരിച്ചു പോകാൻ വേണ്ടിയാണ്. അതാണ് നമ്മുടെ ഞാനിവിടെ എന്തിനാണെന്നുള്ളത്. അടുത്തത്, ഞാൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ എൻ്റെ സൃഷ്ടിപ്പിൽ അള്ളാഹു നൽകിയ ഒരു മനുഷ്യൻ്റെ 4 ഘടകങ്ങളുണ്ടല്ലോ. അവൻ്റെ ജസദ്, അവൻ്റെ ശരീരം, അവൻ്റെ മനസ്സ്, അവൻ്റെ ബുദ്ധിപരമായ ഇൻ്റലിജൻസ് കഴിവ്, അവൻ്റെ ഹൃദയം, അവൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ. ഇതൊക്കെ അള്ളാഹു നമ്മളെ ഈ സംവിധാനത്തിൽ സൃഷ്ടിച്ചത്. ഇതിന് ഞാൻ എങ്ങനെ ഉപയോഗപ്പെടുത്തി? എൻ്റെ ആരോഗ്യം ഞാൻ സംരക്ഷിച്ചോ? എൻ്റെ മനസ്സ് എന്താണ്? എൻ്റെ നഫ്സ് എന്താണ്? എൻ്റെ ഇൻ്റലിജൻസ് എന്താണ്? എൻ്റെ തോട്ട്സ് എന്താണ്? എൻ്റെ ഖൽബ് എങ്ങനെയാണ്? കാരണം മനുഷ്യൻ്റെ ഏറ്റവും വലിയ അവൻ്റെ ശരീരത്തിലുള്ള ഒരു മാംസപിണ്ഡമാണ് അവൻ്റെ ഈ ഖൽബ്. ഈ ഖൽബ് എങ്ങനെയാണ്? ഹൃദയം എങ്ങനെയാണ്? കാരണം ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ശംസിൽ 11 അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക വസ്തുക്കളെ, ഭൂമിയിലെയും പ്രപഞ്ചത്തിലെയും വസ്തുക്കളെ സത്യം പിടിച്ചുകൊണ്ട് വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ വന്നഹാരി ഇദാ ജല്ലാഹ വല്ലൈലി ഇദാ യഗ്ഷാഹ വസ്സമാഇ വമാ ബനാഹ എന്ന് പറഞ്ഞുകൊണ്ട് വനഫ്സിൻ വമാ സവ്വാഹ അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യം പിടിക്കുകയാണ്. വനഫ്സിൻ, നിൻ്റെ നഫ്സിനെ കൊണ്ട് സത്യം. വമാ സവ്വാഹ, ആ നഫ്സിനെ ഉണ്ടാക്കിയവൻ, ആ നഫ്സിനെ സംവിധാനിച്ചവൻ. ഫഅൽഹമഹ ഫുജൂറഹ വ തഖ്വാഹ, ആ നഫ്സിലേക്ക്, ഹൃദയത്തിലേക്ക് അള്ളാഹു ഫുജൂറും തഖ്വയും, തിന്മയും നന്മയും അള്ളാഹു അതിനെ തോന്നിപ്പിച്ചു കൊടുത്ത്, അതിനെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഫഅൽഹമഹ, അതിന് ഇട്ടുകൊടുത്ത്, ഫുജൂറഹ വ തഖ്വാഹ. എന്നിട്ട് ഇത് രണ്ടുമുണ്ടായിട്ടും, ഈ രണ്ടവസ്ഥ മനുഷ്യനിലുണ്ടപ്പോഴും ഫുജൂർ തഖ്വ, ഫുജൂറാ കൂടുതൽ, തിന്മകളാണ് കൂടുതൽ, തിന്മയിലേക്കുള്ള പ്രചോദനങ്ങളാണ് അവനിൽ കൂടുതൽ. അതുകൊണ്ട് തന്നെ ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ, ആ മനസ്സിനെ, ഹൃദയത്തെ സംസ്കരിച്ചവൻ, തസ്കീർ ചെയ്തെടുത്തവൻ, നന്നാക്കിയെടുത്തവൻ അവൻ വിജയിച്ചു. അതിനെ ശ്രദ്ധിക്കാതെ, അതിൻ്റെ തിന്മകളെപ്പറ്റിയുള്ള ബോധമില്ലാതെ തിന്മയുമായിട്ട് മുന്നോട്ട് പോവുകയും ശുദ്ധീകരിക്കാതെ പോയാൽ അവൻ പരാജയപ്പെട്ടു എന്നാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഈ നമ്മുടെ ഇത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ നമ്മുടെ അടിസ്ഥാനപരമായ ഗുണങ്ങളെ, അടിസ്ഥാനപരമായ സ്വഭാവങ്ങളെ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ എങ്ങനെയാണ്? ഞാൻ നല്ലവനാണോ? ഞാൻ ഫാജിറാണോ? ഞാൻ സ്വാലിഹാണോ? ഞാൻ നല്ലവനാണോ ചീത്തവനാണോ? ഞാൻ വൃത്തികെട്ടവനാണോ? ഞാൻ സൽസ്വഭാവിയാണോ? ഞാൻ ജനങ്ങളുടെ ഗുണകാംക്ഷയാണോ? ഞാൻ ഫിത്ന ഉണ്ടാക്കുന്നവനാണോ? ഞാൻ കള്ളം പറയുന്നവനാണോ? ഞാൻ വഞ്ചിക്കുന്നവനാണോ? ഞാൻ തോന്നിവാസിയാണോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടല്ലോ. അത് സ്വന്തം നമ്മൾ സെൽഫ് റിട്രോസ്പെക്ഷൻ, സ്വന്തം ഒന്ന് പഠിച്ചു നോക്കണം, സെൽഫ് റിഫ്ലക്ഷൻ നടത്തിക്കൊണ്ടിരിക്കണം. അതാണ് ഞാൻ എങ്ങനെയാണെന്നുള്ളത്. അവസാനം ഞാൻ എവിടേക്കാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ സൃഷ്ടിച്ചത് ഇവിടുന്ന് പോകാൻ വേണ്ടിയാണ്. ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യക്കും അഹ്സനു അമല. നമ്മൾ ഈ ഭൗതിക ജീവിതത്തിൽ, ഈ കൃഷിയിടത്തിൽ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മുടെ പരീക്ഷണ വിധേയമാക്കിക്കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖലഖൽ മൗത, മരണത്തെയും ജീവിതത്തെയും അല്ലാഹു സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. അതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ഫാക്റ്റുകളൊക്കെ, ഈ വക അടിസ്ഥാനപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിൽ
നമ്മൾ ചോദിച്ച് നമ്മളതിനെ എന്ത് ചെയ്യണം, തിരുത്തിക്കൊണ്ടേയിരിക്കണം. അതാണ് സെൽഫ് റിട്രോസ്പെക്ഷൻ അല്ലെങ്കിൽ സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ. ഇൻഷാ അള്ളാഹ് നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തിൽ ഗൗരവമായി ചിന്തിക്കുക. ശരിക്കും സ്വന്തത്തെ ഒരു സെൽഫ് റിഫ്ലക്ഷൻ, ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ നടത്തിക്കൊണ്ട് യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നീങ്ങുക. ഇൻഷാ അള്ളാഹ്. അള്ളാഹു സുബ്ഹാനഹു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ച് നല്ല ബോധമുള്ള മുസ്ലിമായി ജീവിക്കുവാനും യഥാർത്ഥ മുഅ്മിനായി മരിക്കുവാനും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.